വേലിച്ചീര അതായത് മധുരച്ചീര കൊണ്ടുള്ള ഒരു നാടൻ തോരനാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. പണ്ടൊക്കെ നമ്മൾ വീടിൻ്റെ കയ്യാലയുടെ സൈഡിലൊക്കെ നട്ടിരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ മധുരച്ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ കമ്പോട് കൂടി ഇങ്ങനെ ഒടിച്ചെടുക്കുവാണ്. അതിൻ്റെ വേര് ഭാഗം നമ്മളിങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ കമ്പ് ഇങ്ങനെ ഒടിച്ചെടുക്കുവാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് ഇലകളിങ്ങനെ നമ്മൾ അടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ബാക്കിലും കുറച്ച് നിൽപ്പുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു തണ്ട് വളർന്ന് വന്നതാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മളിന്നിങ്ങനെ അടർത്തിയെടുക്കുന്നത്. ഭയങ്കര പാടാണ്. ഇതിൻ്റെ തണ്ട് കുറച്ച് കട്ടിയാണ്. ഒറ്റക്കൈ കൊണ്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കിയത് കേട്ടോ. ഇനിത് നമ്മളിത് മൊത്തം ഇലകളിങ്ങനെ അടർത്തിയെടുക്കും. നമ്മൾ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ അടർത്തി ഉരുവിയിടത്തില്ലേ, അതുപോലെ ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. സാധാരണ നമ്മൾ മത്തേല അരിയുന്ന പോലെയല്ല. മത്തേല തോരൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല നാടനായിട്ടുള്ളൊരു തോരനാണ്. നമ്മളിതിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നിയാലും കുഴപ്പമില്ല. ഇതേപോലെ അരിഞ്ഞത് തന്നെ ഒന്നും കൂടി ചെറുതായിട്ട് കൂട്ടിപ്പിടിച്ച് അരിഞ്ഞാലും മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ, ബാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുവാണേ. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ കൂടെ സവാളയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കറക്റ്റായിട്ട് തികയും. അതുകൊണ്ടാണ് ഇതിപ്പം ഒരു പകുതി ഭാഗത്തോളം സവാള, വലിയൊരു സവാളയുടെ പകുതി ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. ഈ ഒരു ചീരയ്ക്കും പൊന്നാങ്കണ്ണി ചീരയ്ക്കും ഇതേപോലെ ഞാൻ സവാളയും കൂടെ ചേർക്കാറുണ്ട്. കാരണം അതിൻ്റെ ഒരു കമർപ്പങ്ങ് പോവും. പിന്നെ നമ്മുടെ ഇൻസുലിൻ ചെടിയില്ലേ, ഷുഗർ ചീര എന്നൊക്കെ പറയും, അതിന് സവാള ചേർക്കാറുണ്ട്. ഈ 3 ഇലച്ചെടികൾക്കാണ് സവാള ഞങ്ങൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിൽ കടുകൊന്നും പൊട്ടിക്കരുത്. നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ച സവാളയും അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കി വെച്ച ആ വേലിച്ചീര ഇല്ലേ, മധുരച്ചീര, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് വാടി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലത്തെ കറികൾക്കൊക്കെ ഉപ്പ് പൊടിയിടുന്നതിനേക്കാൾ ഉപ്പ് വെള്ളമാണ് നല്ലത്. അപ്പോൾ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് വന്ന് ചേരുവേ, അതുകൊണ്ടാണ്. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇലയേക്കാളും ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് വഴണ്ട് വെന്തൊക്കെ കിട്ടിക്കോളേ. ഇനി നമുക്കിതിൻ്റെ അരപ്പ് കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 4-5 അല്ലി വെളുത്തുള്ളിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സിയിലിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരപ്പതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ചേക്കാം. പൊന്നാങ്കണ്ണി ചീരയ്ക്കും ഷുഗർ ചീരയ്ക്കും ഈ മധുരച്ചീരയ്ക്കും മാത്രമേ ഉള്ളൂ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ചേർക്കുന്നത്. അല്ലാതെ ഉള്ള എല്ലാ ചീരകൾക്കും നമ്മൾ വെളുത്തുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ, ജീരകം ചേർക്കാറില്ല. ഇനി നമുക്ക് തവിയുടെ കണമുണ്ട്, തവിക്കണ കൊണ്ടാണ് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു ചൂടിനകത്തും കൂടി ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ മൊത്തം വെന്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.